നമസ്കാരം. മൈസെൽഫ് ശ്രീരാജ് ശ്രീധർ, കറൻ്റ്ലി വർക്കിംഗ് ആസ് ദ CEO ഓഫ് ശോഭന ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കമ്പനിയുടെ പ്രവർത്തനം എന്താണെന്ന് പറയാം. നമ്മൾ കർഷകരിൽ നിന്ന് നമ്മൾ ചാണകം കളക്ട് ചെയ്തിട്ട് നമ്മുടെ യൂണിറ്റിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് അൾട്രാ വയലറ്റ് ഷീറ്റിന് കീഴിലിട്ട് പ്രോപ്പറായിട്ട് നേരിട്ട് വെയിൽ ഒഴിക്കാണ്ട് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് നമ്മൾ ചാണകപ്പൊടിയായിട്ട് സെയിൽ ചെയ്യും. അത് നല്ലൊരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ്. അത് ചാണകം ഡയറക്റ്റ് കൈകൊണ്ടെടുക്കാൻ മടിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കായിട്ട് കുറച്ചുകൂടി ഒരു കൺവീനിയൻറ്റ് പ്രോഡക്റ്റ് മാത്രമാണ് നമ്മുടെ ചാണകപ്പൊടി. നമ്മളിപ്പോൾ കമ്പനിയായിട്ട് ഒരു FPO എന്ന രീതിക്ക് പ്രവർത്തിച്ച് വരുന്നത് ഏകദേശം 1 year ആയിട്ട് മാത്രമാണ്. അതായത് 1 year നമ്മുടെ കമ്പനിയുടെ ഏജ് ആയിട്ട് വരുന്നുള്ളൂ. സോ നമ്മൾ വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ യൂട്യൂബ് കാര്യങ്ങളൊക്കെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വിനിയോഗിക്കണം. ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴിയാണ് ബിസിനസ് നടത്തുന്നത് പറഞ്ഞു ഇന്നത്തെ കാലത്ത്. സോ നമ്മളും ആ ഒരു പാതയിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ നടുവട്ടം ക്ഷീരോത്പാദക സഹകരണ സംഘം, അഥവാ നമ്മുടെ കമ്പനിയുടെ പോപ്പിയെ പറ്റി പറയുമ്പോൾ ഏകദേശം 1998 പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇന്നിപ്പോൾ ഈ ഒരു ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് അതിലെത്തി നിൽക്കുകയാണ് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഏകദേശം ഇന്ന് സൊസൈറ്റിക്കായിട്ട് 3000 ലിറ്റർ BMC അഥവാ ബൾക്ക് മീറ്റ് ചില്ലർ ഉണ്ട്. അതുപോലെ ISO സർട്ടിഫിക്കേഷൻ. ഒരു സൊസൈറ്റിക്കാണ് ISO സർട്ടിഫിക്കേഷൻ എന്നുള്ളൊരു പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ഒരു ജൈവവള നിർമ്മാണ യൂണിറ്റ് ഇന്ന് നബാർഡിൻ്റെ സപ്പോർട്ടോടുകൂടി, നബാർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടി കേരളത്തിലെ 207 FPOകളിൽ ഒരു FPO ആയിട്ട് പ്രവർത്തിച്ചു വരികയാണ്. അത്തരത്തിലുള്ളൊരു ഫാമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചത് എൻ്റെ ഒരു പ്രിവിലേജാണ്. കൂടാതെ നമ്മൾ കുടുംബശ്രീ സംരംഭകരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അങ്ങനെ കുറേ സ്കീമുകളും കാര്യങ്ങളും വരുന്നുണ്ട്. ഒട്ടനവധി കാര്യങ്ങൾ വരുന്നുണ്ട്. അത് എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും പ്രൊജക്ട്സ് നമുക്കുണ്ട്. ഈ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം 1 year താഴെ മാത്രം പ്രായമുള്ള ഒരു FPO ആണ്. എന്നിട്ട് നമ്മൾ എന്നാലും ഇത്രയും പ്രൊജക്റ്റുകൾ കൊണ്ടുവരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കമ്പനിയുടെ ബേസിക് പ്രവർത്തനങ്ങൾ അതൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനായിട്ട് നമ്മൾ ഒട്ടനവധി ഭാവിയിൽ വരാനിരിക്കുന്നതും ഇപ്പോഴുമായിട്ട് നിരവധി സേവനങ്ങളും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ പ്ലാനിങ്ങിൽ ഇരിക്കുന്നുണ്ട്. കുറേ പുതിയ പ്രോജക്ട്സും കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒട്ടനവധി കാര്യങ്ങൾ കർഷകർക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള, വൈബിൾ ആയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ കമ്പനി വഴി നമുക്ക് കർഷകർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഉടമസ്ഥ സ്ഥാപനം അഥവാ പോപ്പിയെ പറ്റി പറയുകയാണെങ്കിൽ നടുവട്ടം ക്ഷീരോത്പാദക സഹകരണ സംഘമാണ്. ഏകദേശം 1998 നടുവട്ടം ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രവർത്തനം ആരംഭിക്കുന്നത്. പിന്നീട് 2023-24 കാലഘട്ടത്തിൽ ഏകദേശം ആ ഒരു കാലഘട്ടത്തിലാണ് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ഒരു നൂതനമായിട്ടുള്ളൊരു പ്രൊജക്റ്റ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു 10 ലക്ഷം രൂപയുടെ ഒരു ജൈവവള യൂണിറ്റ് നമ്മുടെ സൊസൈറ്റിക്കായിട്ട് അനുവദിച്ച് കിട്ടി. അപ്പോൾ ആ ഒരു പ്രോജക്റ്റ് പിന്നീട് നമ്മൾ നബാർഡുമായിട്ട് സംയുക്തമായിട്ടാണ് നമ്മൾ പിന്നെ ഒരു FPO രൂപീകരിക്കണമെന്ന ഉദ്ദേശത്തോടെ തുടങ്ങിയ ഒരു ഇതല്ല, ഒരു ഏജൻസി അല്ല, ഒരു യൂണിറ്റ് അല്ല. പക്ഷേ പിന്നീട് നമ്മൾ ഈ പ്രൊജക്റ്റ് നബാർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടി നമ്മളൊരു FPO അഥവാ ഫാമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷനാക്കി മാറ്റി. ഇന്നിപ്പോൾ അത് ഒരു കമ്പനിയായിട്ട് വളർന്നു വന്നിരിക്കുകയാണ്.